അപ്പോഴേ ഞങ്ങളുടെ രാത്രിത്തെ സ്പെഷ്യൽ അത്താഴം സ്പെഷ്യൽ എന്താണെന്നറിയാമോ? കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞിയായിപ്പോയി ഇന്ന്. കഞ്ഞിയും ചെറുപയർ, പിന്നെ പപ്പടം. മോന് ഇഷ്ടപ്രകാരം പപ്പടം ഒന്ന് മുളകൊക്കെ ഇട്ടെടുക്കണ ഒരു പരിപാടിയുണ്ട്. ചെറുതാക്കി കീറി വറുത്തിട്ട് മുളകൊക്കെ ഇട്ടെടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ ഞാൻ ചെറുപയർ മാത്രമേ വെച്ചുള്ളൂ. അപ്പോൾ അതിന് രണ്ടൊന്ന് പപ്പടം കൂടി വറുക്കമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടൊന്ന് പപ്പടം കൂടി മുളകൊക്കെ ഇട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ അത്താഴം സ്പെഷ്യൽ. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ രാത്രിത്തെ സ്പെഷ്യൽ എന്താണെന്ന്, അടിപൊളി സ്പെഷ്യലാണ്. കഞ്ഞിയും പയറുമാണ്. ചെറുപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ. അല്പം ഉപ്പും 2-3 പച്ചമുളകൊക്കെ ഇട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് താളിക്കണേണ്. അപ്പോൾ ഒരു സവാളയാണ് കേട്ടോ ഇട്ടത്. സവാളയും 2-3 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പൊടിക്ക് മുളക് പൊടിയും കൂടി ഇടാം. പേരിനൊരു മുളക് പൊടി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ പോട്ടെ. കഞ്ഞിയും പയറുമാണ്. ഇതാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ. അപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ലാതെ ചെറിയ ഒരു ഇതിലാണ് വെച്ചിരിക്കുന്നത്. കഞ്ഞിക്ക് കുടിക്കാനായത് കാരണം ചെറുപയറിൽ ചാറൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ചെറുപയറും കഞ്ഞി പോലെ ആയിപ്പോവും. ഇനി ഒരു പപ്പടവും കൂടി റെഡിയാക്കണം. അപ്പോഴേ കഞ്ഞിക്ക് ഇത്തിരി പപ്പടവും കൂടി ഞാൻ വറക്കണേ കേട്ടോ. പപ്പടം ചെറുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ ഇപ്പം മുളക് പൊടിയൊക്കെ ഇട്ടെടുക്കും ഞാൻ. അപ്പോൾ ഇതിവിടെ വലിയ ഇഷ്ടമാണ്. ചെറുതാക്കി കീറിയിട്ട് ഒന്ന് മരിയുമ്പോൾ ഒരു പൊടിക്ക് മുളക് പൊടി അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ പപ്പടമൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഒരല്പം മുളക് പൊടി അങ്ങോട്ട് തൂക്കി കൊടുക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ രാത്രിയാണ്, എന്താണെങ്കിലും അല്പം കഴിക്കുള്ളൂ. അല്പം കഞ്ഞി എടുക്കാം. ഇത് റേഷനരിയുടെ കഞ്ഞിയാണ് കേട്ടോ. ഞങ്ങൾ റേഷനരിയാണ് കേട്ടോ മേടിക്കണ. ഇത്രയും ഞാൻ കഴിക്കുള്ളൂ. പിന്നെ ചെറുപയർ ഇത്തിരി അധികം കഴിക്കും. അതെനിക്ക് വലിയ ഇഷ്ടവുമാണ്. ചെറുപയർ കഞ്ഞിയിലിട്ടല്ല, സെപ്പറേറ്റ് കഴിക്കാനാണ് താല്പര്യം. അപ്പോൾ ചെറുപയർ ഇത്തിരി അധികം എടുക്കാം. പപ്പടം പക്ഷേ അല്പം കഴിക്കുള്ളൂ. ഇതൊക്കെ മോൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ പപ്പടം. ആണ്. അപ്പം കഴിക്കാം. നല്ല ചൂടുണ്ട്, ഒരുവിധം നല്ല ചൂടുണ്ട്. പയർ പക്ഷേ തണുത്തിരിക്കണ കേട്ടോ. കുറച്ച് നേരം, അധികം നേരം അതിനം വെച്ചിട്ട് പയർ. കഞ്ഞിയും പപ്പടവും മാത്രമാണ് ഇപ്പം റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ രാത്രിത്തെ സ്പെഷ്യൽ ഇതാണ്. അത്താഴ സ്പെഷ്യൽ കഞ്ഞിയും ചെറുപയറും പപ്പടവും. മീനൊന്നും മേടിച്ചു തന്നില്ല അല്ലട്ടാ. ഇന്നലത്തെ വറ്റയൊക്കെ ഫ്രിഡ്ജിൽ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെട്ടിയിട്ടില്ല. ഇന്ന് ഇത്തിരി തിരക്കായിപ്പോയി. വെട്ടാനൊന്നും നേരം കിട്ടിയുമില്ല. അപ്പോൾ നാളെ വറ്റക്കറി വറുത്തതൊക്കെ ആയിട്ടുള്ള വീഡിയോ വരും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കഞ്ഞിയൊക്കെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഞ്ഞിക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.